പൊതുവെ അലർജി ആസ്മയൊക്കെയുള്ള ആളുകളിൽ ചില രീതിയിലുള്ള ഭക്ഷണങ്ങൾ, അതായത് ചില പഴങ്ങളും പച്ചക്കറികളും കഴിക്കുമ്പോൾ അവരുടെ ജീവന് തന്നെ ഭീഷണിയാവാറുണ്ട്. അതായത് ചിലപ്പോൾ ചെറിയ ചുമയിലോ അല്ലെങ്കിൽ കഫക്കെട്ടിലോ അല്ലെങ്കിൽ തുമ്മലിലോ തുടങ്ങി അവർക്ക് സീരിയസ് ആയിട്ടുള്ള ശ്വാസകോശ പ്രശ്നങ്ങൾ ഉണ്ടാവാനും, അല്ലെങ്കിൽ ചിലപ്പോൾ അവരുടെ സ്കിന്നൊക്കെ തടിച്ച് വീർത്ത് ശരീരം മൊത്തം നീര് വരുന്നൊരവസ്ഥയിലേക്കൊക്കെ പോയിട്ട് ചിലപ്പോൾ ഇത് അവരുടെ ജീവന് തന്നെ ഭീഷണിയായിട്ട് ഒരു മരണത്തിലേക്ക് വരെ നയിക്കുന്ന രീതിയിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് ഒരു അലർജി ഉള്ള ആൾ അല്ലെങ്കിൽ ഒരു ആസ്മയുള്ള ആൾ, ശ്വാസകോശ പ്രശ്നങ്ങളുള്ള ആൾ ഒഴിവാക്കേണ്ടത്, അതേപോലെ തന്നെ എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നിർബന്ധമായിട്ടും ഈ ഒരു അലർജി മാറാൻ വേണ്ടിയിട്ട് കഴിച്ചിരിക്കേണ്ടത്, പിന്നെ അതേപോലെ എന്താണ് അലർജി, ഏതൊക്കെ രീതികളിൽ അലർജി ഉണ്ട്, അലർജിയുടെ സിംറ്റംസ് എന്തൊക്കെയാണ്, പിന്നെ അലർജി എന്തൊക്കെയാണ് ഈ ഒരു അലർജി സിംറ്റംസ് ട്രിഗർ ചെയ്യുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അതേപോലെ ഇതിന് നമുക്ക് സാധാരണ രീതിയിൽ എല്ലാവരും പറയാറ് ജീവിതകാലം മുഴുവനും മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. മെഡിസിൻ നിർത്തിക്കഴിഞ്ഞാൽ ഈ ഒരു സിംറ്റംസ് തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ഇതിനെ ട്രീറ്റ് ചെയ്ത് നമുക്ക് മെഡിസിൻസ് നിർത്തി പിന്നെ ഈ ഒരു അലർജി ഇല്ലാത്ത കണ്ടീഷൻസിലൂടെ നമുക്ക് പോകാൻ പറ്റുന്നത്, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ആദ്യമായിട്ട് എന്താണ് അലർജി എന്നുള്ളത് പറഞ്ഞുതരാം. അതായത് പലപ്പോഴും പലരുടെയും ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടാണ് അലർജി വരുന്നത് എന്നുള്ളത്. അതായത് പൊതുവെ ഒ പിയിൽ പേഷ്യൻസ് വരുമ്പോൾ, അതായത് ഞാൻ ഇപ്പോൾ പറഞ്ഞല്ലോ, വളരെ ചെറിയ കുട്ടികളിൽ മുതൽ മുതിർന്ന ആളുകളിൽ വരെ ഇപ്പോൾ അലർജി കാണാനുണ്ട്. അപ്പോൾ വളരെ ചെറിയ കുട്ടികളെയും കൊണ്ട് അവരുടെ പേരൻസ് ഹോസ്പിറ്റലിൽ വരുന്ന ടൈമിൽ അവർ പറയുന്നതാണ്, ഡോക്ടറെ മോൾക്ക് തീരെ ഇമ്മ്യൂണിറ്റി ഇല്ല, തീരെ പ്രതിരോധ ശേഷിയില്ല, അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തുമ്മൽ വരുന്നു, ചുമ വരുന്നു, കഫക്കെട്ട് വരുന്നു, ശ്വാസമുട്ടൽ വരുന്നു എന്ന് പറയും. ഒന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ തുമ്മൽ തുടങ്ങുകയാണ്, തണുത്തതൊന്നും കുടിക്കാൻ പറ്റുന്നില്ല, എപ്പോഴും തുമ്മലാണെന്ന് പറയും. അപ്പോൾ സത്യത്തിൽ എല്ലാവരും വിചാരിക്കുന്നത് ഇമ്മ്യൂണിറ്റി കുറവ് കൊണ്ടാണ് ഇങ്ങനെ തുമ്മലും കാര്യങ്ങളും വരുന്നത് എന്നാണ്. എന്നാലല്ല, നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂൺ മെക്കാനിസം കൂടുതലായിട്ട് ഒരു പരിധിയിൽ കൂടുതൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അതായത് നോർമലി ഇപ്പോൾ നമ്മൾ ഒരാളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അലർജി ഇല്ലാത്ത ഒരാളെന്ന് പറയുമ്പോൾ കുറച്ച് പൊടി തട്ടിക്കഴിഞ്ഞാൽ അവർ 1, 2, 3 പ്രാവശ്യം അവർ തുമ്മും, പക്ഷെ അതോടെ അത് കഴിഞ്ഞു. പിന്നെ അവർ ആ തുമ്മൽ മറന്നു, പിന്നെ തുമ്മലില്ല. അങ്ങനത്തെ ഒരവസ്ഥയാണ്. ഒരു പരിധിയിൽ കൂടുതൽ പൊടി, അതായത് അബ്നോർമലായിട്ട് പൊടി വരാതെ അവർ പിന്നെ തുമ്മില്ല. ഓക്കെ. പക്ഷെ ഒരു അലർജി ഉള്ള ഒരാളെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറച്ച് പൊടി തട്ടിയിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് തുമ്മിക്കൊണ്ടിരിക്കും. അതായത് അവരുടെ ബോഡിയിൽ ഹിസ്റ്റമിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ന്യൂറോൺ ട്രാൻസ്മിറ്റർ കൂടുതലായിട്ട് ഉണ്ടാവുകയാണ്. ഓക്കെ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഇവർക്ക് കുറച്ച് പൊടി തട്ടിയാൽ തന്നെ ഇവർ കൂടുതലായിട്ട് തുമ്മിക്കൊണ്ടിരിക്കുന്നു. അതായത് ആ ഒരു പൊടി പുറത്തു നിന്നുള്ള അവരുടെ ശരീരത്തിലേക്ക് കയറിയ ഒരു ഫോറിൻ ബോഡിയാണ് എന്ന് അവർ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കൂടുതലായിട്ട് അതിനെതിരെ പ്രവർത്തിക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പിന്നെയും തുമ്മുന്നൊരവസ്ഥ വരുന്നത്. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ചില രീതിയിലുള്ള ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് വരാറുണ്ട്. അതായത് ചില പഴങ്ങളോ പച്ചക്കറികളോ അങ്ങനെ എന്തെങ്കിലും ധാന്യവർഗ്ഗങ്ങളോ ഒക്കെ ചിലപ്പോൾ കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ചൊറിച്ചിലോ അല്ലാന്നുണ്ടെങ്കിൽ ചുമയോ തൊണ്ട ചൊറിച്ചിലൊക്കെ വരുന്നത് കാണാറുണ്ട്. ഇതും ഈ പറഞ്ഞ രീതിയിൽ തന്നെയാണ്. എല്ലാവർക്കും ഇങ്ങനെ കാണുന്നില്ല, പക്ഷെ ചില ആളുകളുടെ ബോഡിയിലുള്ള ചില രീതിയിൽ ഇമ്മ്യൂൺ മെക്കാനിസം വർക്ക് ചെയ്യുകയാണ്. അതായത് ഹൈപ്പറായിട്ട് ഓവറായിട്ട് വർക്ക് ചെയ്യുകയാണ്. അതുകൊണ്ടാണ്, ഒരിക്കലും ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടല്ല ഈ ഒരു അലർജി വരുന്നത്. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഒരു അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ലക്ഷണങ്ങളാണ് ഒരാൾ കാണിക്കുന്നത്, അത് ഞാൻ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനിപ്പോൾ പറഞ്ഞു തരാം. ഏറ്റവും പ്രധാനമായിട്ട് തുമ്മലാണ്. തുമ്മൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായിട്ടും കാണുന്നത് പൊടി തട്ടുമ്പോൾ തുമ്മൽ. അതായത് നമ്മൾ വീട്ടിലൊന്ന് അടിച്ചു വാരുക, അല്ലെങ്കിൽ ഒന്ന് കർട്ടൻ വൃത്തിയാക്കുക, അല്ലെങ്കിൽ ബെഡ് കുടഞ്ഞു വിരിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് തുണി മടക്കി വയ്ക്കുകയൊക്കെ ചെയ്യുമ്പോഴേക്കും തുമ്മി ആ ദിവസം പോകുന്നൊരവസ്ഥ. അതേപോലെ തന്നെ ചിലപ്പോൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഉടനെ തുമ്മാൻ തുടങ്ങും. 10-11 മണി വരെ ഇവർ തുമ്മിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതേപോലെ ചില കാലാവസ്ഥ ചേഞ്ചസ് വരുമ്പോൾ, ചിലപ്പോൾ ചൂടിൽ നിന്ന് മഴക്കാലത്തിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ പിന്നെ ഒരു മഞ്ഞുകാലം വരുമ്പോഴൊക്കെ ഈ ഒരു തുമ്മൽ കൂടുതലായിട്ട് ഇവരിൽ കുറച്ച് ദിവസം അങ്ങനെ കാണും.
എന്താണോ ആ ഒരു അന്തരീക്ഷം ഒന്ന് ക്ലിയർ ആവാതെ ഇവർക്ക് തുമ്മൽ നിൽക്കില്ല. ചിലപ്പോൾ രാവിലെ തൊട്ട് മഴ പെയ്യാണ്, വൈകുന്നേരം വരെ മഴ മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തികൾക്ക് ആ രാവിലെ മുതൽ വൈകുന്നേരം വരെ തുമ്മി 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 ഇരിക്കേണ്ട ഒരു അവസ്ഥയാണ്. ഒരു പ്രോഗ്രാംസിന് പോകാൻ പറ്റില്ല, എപ്പോഴും മുഖത്തൊരു കർച്ചീഫോ പുതപ്പോ ഇട്ടിട്ട് അങ്ങനെ മൂടി പൊതച്ച് കിടക്കേണ്ട ഒരു അവസ്ഥയാണ് ഇങ്ങനെയുള്ളവർക്ക് വരുന്നത്. പലരും പറയും ഞാൻ വളരെ ലേറ്റായിട്ടാണ് ഡോക്ടറെ രാവിലെ എണീക്കുന്നത്, കാരണം രാവിലെ നേരത്തെ എണീറ്റാൽ എനിക്ക് തുമ്മൽ വരികയാണ് ഡോക്ടറെ എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. പിന്നെ അതേപോലെ തന്നെ മൂക്കിന്ന് ഡിസ്ചാർജ് വന്നുകൊണ്ടിരിക്കുക, വെള്ളം പോലുള്ളൊരു ദ്രാവകം സ്ഥിരമായിട്ട് ഇങ്ങനെ തുമ്മി 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 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതായത് ഇവർക്കൊരു പബ്ലിക്കിൽ ഒരു സ്ഥലത്ത് പോകണം എന്നുണ്ടെങ്കിൽ ഈ കർച്ചീഫ് ഇല്ലാതെ അവർക്ക് പോകാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പലപ്പോഴും ഈ കുട്ടികളുടെയൊക്കെ പേരൻസ് നമ്മളോടൊന്ന് പറയും, വീട്ടിലിരിക്കുമ്പോൾ അവളൊരു തോർത്തോ അല്ലെങ്കിൽ ഒരു ഷോളോ ഏത് നേരം കയ്യിൽ വെച്ചുകൊണ്ടാണ് നടക്കുന്നത്, കാരണം തുമ്മി 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 ഈ ഒരു ദ്രാവകം മൂക്കിന്ന് വന്ന് വന്ന് ഇതിങ്ങനെ തുടച്ച് അവർക്കേ ഒരു കൺട്രോൾ ഇല്ലാത്ത അവസ്ഥയാണെന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് വേറൊരു സിംറ്റം എന്ന് പറയുന്നത്. പിന്നെ വേറൊന്നെന്ന് പറഞ്ഞാൽ തൊണ്ട ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ. ഓക്കെ, അതായത് ഇപ്പോൾ കണ്ണ് ചൊറിച്ചിൽ എന്ന് പറയുമ്പോൾ പൊതുവേ നമ്മൾ കാണുന്നത് കണ്ണ് റെഡ് കളർ ആവുക, ചൊറിയുക, പിന്നെ ഒരു ബേണിങ് പോലെ ഒരു നീറ്റൽ പോലെ കണ്ണിൽ വരിക, വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. ഇവർക്കിങ്ങനെ കണ്ണ് എപ്പോഴും തിരുമ്മി 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 ഇവരെ കാണുമ്പോൾ എപ്പോഴും ഒരു കണ്ണൊക്കെ ചീർത്ത് നിൽക്കുന്ന ഒരവസ്ഥ, കണ്ണിൽ മണൽ പോയൊരു ഫീല് പല നേരങ്ങൾ. ഇതൊക്കെയാണ് കണ്ണിൽ അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ കാണാറ്. പിന്നെ അടുത്തതാണ് സ്കിന്നിൽ അലർജി. അതായത് പൊതുവേ എന്ന് പറയുമ്പോൾ നമുക്ക് അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ്, തുമ്മൽ അല്ലേ. പക്ഷേ ഇങ്ങനെയല്ല, സ്കിന്നിൽ അലർജി വരുന്നവരുണ്ട്, ഒരുപാട് പേരുണ്ട്. പലരും തിരിച്ചറിയുന്നില്ല സ്കിന്നിൽ ഇത് അലർജിയാണ് ഇതെന്ന് തിരിച്ചറിയുന്നില്ല. അതായത് ചിലപ്പോൾ ചില ടൈപ്പ് ഡ്രസ്സ് ഇട്ടാൽ ഇവർക്ക് സ്കിന്നിൽ ചൊറിച്ചിൽ കാണാറുണ്ട്. അതേപോലെ തന്നെ ചില ടൈപ്പ് സോപ്പ് ഉപയോഗിച്ചാൽ, ക്രീം ഉപയോഗിച്ചാൽ, എന്തിനു വേണ്ട ചില ടൈപ്പ് ഫുഡ് കഴിച്ചാൽ വരെ ഇങ്ങനെ ഈ രീതിയിൽ അലർജി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, ഇവർക്ക് ശരീരത്തിൽ ചൊറിയുന്നു, ചൊറിഞ്ഞ് തടിച്ച് തണർത്ത് വരുന്നു, ഒരു റെഡ് കളറാവുന്നു, അങ്ങനെ അസഹനീയമായ ചൊറിച്ചിലായിരിക്കും കേട്ടോ. അത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അലർജിയുടെ ടാബ്ലറ്റ് എടുത്ത് കഴിഞ്ഞാലേ അത് മാറുള്ളൂ. അപ്പം പലർക്കും ഇത് അവർ പറയും എല്ലാ സമയവും ഇവർക്ക് ഈ ഒരു ചൊറിച്ചിലില്ല. അപ്പോഴേ നമുക്ക് മനസ്സിലാക്കാം അവർക്ക് പറ്റാത്ത എന്തോ ഒരു സാധനം അവരുമായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്ത എന്തോ ഒരു ഫുഡ് അവർ കഴിക്കുന്ന ടൈമിലോ ആണ് ഇത് വരുന്നത്. പക്ഷെ രോഗികൾ ഇത് തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ ചിലർക്ക് ഈ ഒരു സ്കിന്നിലുള്ള ചൊറിച്ചിൽ അത്രയും കൂടിയിട്ട് ചിലപ്പോൾ മുഖമൊക്കെ നല്ലോണം വീങ്ങി, ശരീരമൊക്കെ വീങ്ങി, നീര് വെച്ച് പല രീതിയിലുള്ള അപകടങ്ങളിലേക്ക് പോകുന്ന അവസ്ഥ വരെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അടുത്തതായിട്ട് വേറെ ഒന്നാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞത്, തുമ്മൽ പറഞ്ഞു, കണ്ണിലുള്ള പ്രശ്നം പറഞ്ഞു, അതേപോലെ സ്കിന്നിലുള്ളത് പറഞ്ഞു. ഇനി അടുത്ത് നമ്മുടെ ശ്വാസകോശത്തിൽ അലർജി വരുന്നത്, അതായത് ചുമ വരും. ചുമ ചിലപ്പോൾ ഡ്രൈ ആയിട്ട് കഫമൊന്നും ഇല്ലാതെ ചുമയ്ക്കുന്നത് വരാറുണ്ട്. ചിലപ്പോൾ കഫം പുറത്ത് പോകുന്ന രീതിയിൽ, അതായത് തുപ്പല് പോലുള്ളൊരു കഫം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുപ്പി തുപ്പി പോകുന്ന രീതിയിൽ നമ്മൾ കാണാറുണ്ട്. ഇതും അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശ്വാസതടസ്സമായിരിക്കും. അതായത് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം വലിച്ചിട്ട് കിട്ടാത്തൊരവസ്ഥ, അതായത് അവിടെ ഒരു ബ്ലോക്ക് ആയ പോലുള്ളൊരു ഫീല് വരും. പിന്നെ അതേപോലെ ചെസ്റ്റ് ഡിസ്കംഫർട്ട്, അതായത് ചെസ്റ്റൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ അമർത്തി പിടിച്ച പോലുള്ളൊരവസ്ഥ. ഇങ്ങനെയുള്ളവർക്ക് എപ്പോഴും ഡ്രസ്സൊക്കെ ലൂസാക്കി ഇടണം എന്നുള്ളൊരു ഫീല് വരും. അതേപോലെ ഇവർക്ക് ഇങ്ങനെ എണീറ്റിങ്ങനെ ഒരു ഭാഗത്ത് ഇരിക്കാനൊന്നും പറ്റില്ല. അവർക്കിങ്ങനെ നടന്ന് ഒരു റെസ്റ്റ്ലെസ് ആയിട്ട് നടക്കുന്ന ഒരവസ്ഥ. അതേപോലെ സംസാരം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, കുറച്ചൊരു സെൻറ്റൻസ് സംസാരിച്ചാൽ പിന്നെ കിതപ്പ് വരിക, പിന്നെ അതേപോലെയുള്ള ലക്ഷണങ്ങൾ നമ്മൾ കാണാറുണ്ട്. പിന്നെ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ തൊണ്ടയിലേക്ക് കഫം ഇങ്ങനെ ഇറങ്ങി വരുന്നൊരവസ്ഥ, അതായത് കഫം വിഴുങ്ങുന്നൊരു ഫീല്, ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഇങ്ങനെ അലർജി ഉള്ളവരിൽ നമ്മൾ കാണാറുണ്ട്. പിന്നെ അതേപോലെ ഇങ്ങനെ ഈ അലർജി കാരണം ശ്വാസം മുട്ട് വരുന്നവരുണ്ടല്ലോ, ഈ ആസ്മ വരുന്നവർ, അങ്ങനെയുള്ളവർ അടുത്തിരുന്ന് ശ്വാസം വലിക്കുമ്പോൾ നമുക്ക് ഇങ്ങോട്ടൊരു കൂക്കുന്ന ഒരു ശബ്ദം, കൂന്ന് പറഞ്ഞൊരു ശബ്ദം നമുക്ക് കേൾക്കാം. ഇതും ഇതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ചില ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോൾ ചിലർക്ക് വരുന്ന ഒരു അലർജി ഉണ്ട്. വളരെ അതായത് അത്രയും അപകടമായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ പോലും ചെറിയ രീതിയിൽ ഒരാൾ ആ ഒരു ഫുഡ് അവർക്ക് അലർജിക്കാണ് എന്ന് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് വായിൽ ഫുള്ള് ചൊറിച്ചിൽ വരും. അതായത് ഭയങ്കര അസഹനീയമായ ചൊറിച്ചിലല്ല, പക്ഷെ ചെറിയ രീതിക്കെങ്കിലും അവർക്ക് വായിലും നാക്കിലും തൊണ്ടയിലൊക്കെ ഇങ്ങനെ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. ഈ നമ്മൾ ഈ നാക്ക് ഇവിടെ നിൽക്കുന്ന മേലെ ഭാഗം ഉണ്ടല്ലോ, അതാ
ഈ ഒരു ഭാഗം ഇവിടെ അവർക്ക് ചൊറിച്ചിൽ വരാറുണ്ട്. ഇങ്ങനെ അവർ വിരലിട്ടിട്ടും നാക്കിട്ടിട്ടും ഒക്കെ ഇങ്ങനെ ചൊറിഞ്ഞിരിക്കുന്നത് കാണാറുണ്ട്. ഇത് ചില ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോൾ അവർക്ക് അലർജി ഉള്ളതുകൊണ്ടാണ്. പിന്നെ ചിലർക്ക് ഇങ്ങനെ ഏതെങ്കിലും ഫുഡിനോട് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ചുണ്ട് ഇങ്ങനെ തടിച്ച് വീർത്ത് വരുന്നത് കാണാറുണ്ട്. അതേപോലെ തന്നെ നാക്ക് തടിച്ച് വീർത്ത് വരിക, തൊണ്ടേൻ്റെ ഉള്ളിൽ അതായത് ശ്വാസനാളമൊക്കെ ഇങ്ങനെ തടിച്ച് വീർത്തിട്ട് അവർക്ക് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ക്ലിയർ അല്ലാത്തൊരു ഫീല്, അവർക്ക് ശ്വാസം എടുക്കുമ്പോൾ ശ്വാസം കിട്ടാത്തൊരു ഫീല് ഇങ്ങനെ കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചിലർക്ക് ഛർദ്ദിക്കാൻ വരിക, ഛർദ്ദിക്കുക, അതേപോലെ തന്നെ വയറിളക്കം വരിക, വയറ് വേദന വരിക, ഇങ്ങനെയും കാണാറുണ്ട്. ഇത് ചില രീതിയിലുള്ള ഫുഡ് ചെറിയ രീതിയിൽ അവർക്ക് അലർജി ഉള്ളത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരാൾ കാണിക്കുന്ന ലക്ഷണങ്ങൾ. അടുത്തതായിട്ട് നമുക്ക് അലർജി വരുത്താൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് കാരണങ്ങൾ, അതായത് എന്തൊക്കെയാണ് ഈ ഒരു അലർജിക്ക് കാരണമാവുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് നമ്മുടെ വീട്ടിലുള്ള ബെഡ്ഷീറ്റ് കൃത്യമായിട്ട് നമ്മൾ പൊടി തട്ടി കഴുകാതിരിക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അലർജി വരാറുണ്ട്. നോർമലി ഒരാൾക്ക് അങ്ങനെ വന്നോളണം എന്നില്ല, പക്ഷെ ഒരു പേഴ്സൺ അലർജി കാണുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സിമ്പിളായിട്ടൊരു ബെഡ്ഷീറ്റ് മാറ്റാത്തതോ അല്ലെങ്കിൽ പില്ലോ കവർ മാറ്റാത്തതോ അല്ലെങ്കിൽ നമ്മുടെ കർട്ടൻ്റെ പൊടി തട്ടാത്തതോ ഫാനിൻ്റെ പൊടി തട്ടാത്തതോ ഇതൊക്കെ ഒരു കാരണമായിരിക്കാം. പിന്നെ വേറൊന്നാണ് നമ്മൾ തന്നെ അറിയാതെ വരുന്ന വേറൊരു അലർജിയാണ് എന്തെങ്കിലും രീതിയിലുള്ള പൂമ്പൊടിക്ക് നമുക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഏതെങ്കിലും തരം പൂക്കളുടെ പൂമ്പൊടി നമുക്ക് അലർജി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അത് തിരിച്ചറിയില്ല. അതായത് നമ്മളിപ്പോൾ പുറത്ത് പോകുന്നില്ല, അല്ലെങ്കിൽ പുറത്ത് കൂടെ ജസ്റ്റ് ചെടി നനയ്ക്കാൻ പോകുന്നു, ചെടികളൊക്കെ ശരിയാക്കാൻ പോകുന്നു, നമ്മൾ ജനലും വാതിലൊക്കെ തുറന്നിടുന്നു, അപ്പോൾ ഈ പൂമ്പൊടി എങ്ങനെയെങ്കിലുമൊക്കെ പാറിയിട്ട് വീട്ടിൽ വന്ന് നമുക്കത് അലർജി ആവുന്നു. പക്ഷെ നമ്മുടെ വീട്ടിലെ മറ്റൊരാൾക്ക് അത് അങ്ങനെ ആവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊരിക്കലും പ്രതീക്ഷിക്കാതെ വരുന്നൊരു സംഭവമാണ് പൂമ്പൊടിയുടെ അലർജി എന്ന് പറയുന്നത്. പിന്നെ വേറൊന്ന് വീട്ടിലുള്ള എന്തെങ്കിലും രീതിയിലുള്ള പൂപ്പലുകൾ, അതായത് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ നമ്മൾ വർഷങ്ങളായിട്ടോ ദിവസങ്ങളായിട്ടോ ഇപ്പോൾ തുണിയൊക്കെ മടക്കി വെച്ചിട്ടുണ്ടാവും അലമാരയിൽ, അപ്പോൾ ഇത് നമ്മൾ രണ്ടാമതെടുത്ത് പൊടി തട്ടി വൃത്തിയാക്കി വെക്കുമ്പോൾ ഇത് നമുക്ക് അലർജി ആവാറുണ്ട്. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും ഷോക്കേസിൽ എന്തെങ്കിലും സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അറിയാതെ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് കേട്ടിട്ട് അലർജി ആവാറുണ്ട്. പിന്നെ അതേപോലെ നമ്മളിപ്പോൾ രാത്രി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ ഈ ഇപ്പോൾ പ്രത്യേകിച്ചും മഴക്കാലമൊക്കെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു നനഞ്ഞ തുണി നമ്മൾ ഉണക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മുറികളിലിടും, അപ്പോൾ അത് അലർജിക്ക് ഒരു കാരണമാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ വാഷ്റൂം ബാത്റൂമൊക്കെ നമ്മൾ തുറന്നിടുന്നത്, കാരണം ബാത്റൂമിൽ നമ്മൾ കമ്പാരിറ്റീവ്ലി ഭയങ്കര ഈർപ്പം കൂടുതലുള്ളൊരു സ്ഥലമാണ് ബാത്റൂം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ ഇത് വരാൻ കാരണമാവാറുണ്ട്. പിന്നെ അതേപോലെ മഴക്കാലമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് ജനലും വാതിലും തുറന്നിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതും ഈ ഒരു അലർജി കൂടാൻ കാരണമാവാറുണ്ട്. ഓക്കെ, പിന്നെ അടുത്തത് നമുക്ക് വീടിൻ്റെ പുറത്ത് എന്തൊക്കെയുണ്ട്, അതായത് നമ്മൾ വാഹനങ്ങളിലെ പുക, അതേപോലെ തന്നെ എന്തെങ്കിലും കത്തിക്കുന്ന സ്മെല്ല്, അതായത് ഇപ്പോൾ പലപ്പോഴും പലരും അത് പാടില്ല എന്നുണ്ടെങ്കിലും പലരും ചെയ്യുന്നൊരു കാര്യമാണ് പ്ലാസ്റ്റിക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വീട്ടുമുറ്റത്തോ എവിടെയെങ്കിലുമൊക്കെ ഇട്ട് കത്തിക്കുക എന്നുള്ളത്. അപ്പോൾ ഇതും അലർജിക്ക് ഒരു കാരണമാവാറുണ്ട്. പിന്നെ വിറകടുപ്പ് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ അലർജിക്ക് കാരണമാണ്. ഓക്കെ, പലപ്പോഴും പലരും ഇപ്പോൾ നമ്മുടെ ബാക്കിയുള്ളവരൊന്നും തന്നെ മാസ്ക് ഒന്നും ഉപയോഗിക്കുന്നുണ്ടാവില്ല ഈ ഒരു വിറകടുപ്പ് ഉപയോഗിക്കുമ്പോൾ, പക്ഷേ ഇത് അലർജിക്ക് ഒരു കാരണമാണ്. പിന്നെ വേറെന്താണ് സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ പുകവലി. നമ്മൾ പുക വലിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും, അതായത് പുക വലിക്കുന്ന ആൾക്ക് അലർജി ഉണ്ടെങ്കിൽ അത് കാരണമാണ്. പ്ലസ് നമ്മൾ പുക വലിക്കുന്നില്ല എന്നുണ്ടെങ്കിലും വേറൊരാൾ നമ്മുടെ അടുത്തുനിന്ന് പുക വലിക്കുമ്പോൾ അത് നമ്മൾ ശ്വസിക്കുമ്പോൾ നമുക്കത് അലർജി സിംറ്റംസോ ആസ്മ സിംറ്റംസൊക്കെ കൂട്ടാൻ കാരണമാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത്, എന്തെങ്കിലും രീതിയിലുള്ള പെർഫ്യൂംസോ അല്ലെങ്കിൽ ഡിറ്റർജൻസിൻ്റെ സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലോർ ക്ലീനിങ് ഏജൻസോ ഒക്കെ നമുക്ക് ഇതിൻ്റെ സ്മെല്ല് നമുക്ക് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ ഇതിന് കാരണമാണ്. പിന്നെ അഗർബത്തീസ് നമ്മൾ യൂസ് ചെയ്യും വീട്ടിൽ യൂഷ്വലി, അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ അലർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് കാരണമാവാറുണ്ട്. പിന്നെ അടുത്തതാണ് കാലാവസ്ഥ ചേഞ്ച്, അതായത് ചിലർക്ക് മഞ്ഞുകാലം വന്നു കഴിഞ്ഞാൽ ആ മഞ്ഞുകാലം ഫുള്ള് ഇതുപോലെ അലർജി, തുമ്മൽ, ശ്വാസതടസ്സം, സ്കിൻ കംപ്ലയിൻസ്, ചൊറിച്ചിൽ ഇങ്ങനെ കാണാറുണ്ട്. ചിലർക്ക് മഴക്കാലം വന്നാലായിരിക്കും അതേപോലെ എപ്പോഴും തുമ്മലും ശ്വാസം മുട്ടും വരാറുണ്ട്. ചിലർക്ക് വേനൽക്കാലത്ത് പലവിധം പൊടി ഐറ്റംസ് അവരെ കോണ്ടാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ
ഓരോ സീസണിൽ ഈ ഒരു അലർജി സിംറ്റംസ് കൂടുന്നത് കാണാറുണ്ട്. പിന്നെ വേറൊന്നാണ് സ്ട്രെസ്സും ആങ്സൈറ്റിയും കൂടുതലുള്ളവർക്ക് ശ്വാസം മുട്ട് പോലുള്ള ലക്ഷണങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. പിന്നെ അടുത്തതായിട്ട് അലർജി ഉള്ളവർക്കും ആസ്മ ഉള്ളവർക്കൊക്കെ ഈ ലക്ഷണങ്ങൾ കൂടുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അവർക്ക് എന്തെങ്കിലും പനിയോ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ അവർക്ക് ഈ ഒരു അലർജിയുടെ ലക്ഷണങ്ങൾ, അതായത് തുമ്മലുള്ളവരാണെങ്കിൽ ഇവർക്ക് തുമ്മൽ കൂടുതലായിട്ട് കാണാറുണ്ട്. ആസ്മ ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആസ്മ ലക്ഷണങ്ങൾ അവർക്ക് കൂടുതലായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പനിയൊക്കെ വരുമ്പോൾ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ അടുത്തത് ചില ടൈപ്പ് ഫുഡ്, അതായത് ചില രീതികളിലുള്ള പഴങ്ങൾ, പച്ചക്കറികൾ, ധാന്യവർഗ്ഗങ്ങൾ ഇതൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് ഇതുപോലെ അലർജി സിംറ്റംസ് കൂടാറുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ഞാനിതാ അടുത്തതായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങളത് ഏതാണെന്ന് കണ്ടെത്തിയിട്ട് അതിനെ നിങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ അലർജി ഉണ്ടാക്കാനും അലർജി ഉള്ളവർക്ക് അത് കൂടാനും കാരണമാവാറുള്ളത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു ശ്വാസം മുട്ടും അതേപോലെ തന്നെ ആസ്മയും ഒന്നാണോ? അതായത് പലരും ഇങ്ങനെ ശ്വാസം മുട്ട് വരുമ്പോൾ പറയും എനിക്ക് ആസ്മയാണെന്ന് പറഞ്ഞ് വരാറുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്കിത് ഒന്നാണോ? ആക്ച്വലി അതെല്ലാവരുടെ ഒരു സംശയമാണ്. അപ്പോൾ ആ ഒരു ഡൗട്ട് ഞാൻ ക്ലിയർ ചെയ്ത് തരാം. അതായത് ആസ്മ എന്ന് പറയുമ്പോൾ നമുക്ക് പൊതുവെ ഒരാൾക്ക് എന്തെങ്കിലും സാധനങ്ങളോട്, അതായത് എന്തെങ്കിലും സ്മെല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊടിയോ എന്തെങ്കിലും സംഭവത്തിനോട് കൂടുതലായിട്ട് അവർ ഓവർ റിയാക്ട് ചെയ്യുമ്പോൾ അവരുടെ ഈ ഒരു ശ്വാസനാളത്തിന് ചുറ്റുമുള്ള സെൽസ്, അതായത് കോശങ്ങൾ അമിതമായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ അവിടെ കൂടുതലായിട്ട് കഫം ഉണ്ടാക്കാനും അത് ഈ ഒരു എയർവേസിനെ ബ്ലോക്ക് ആക്കാനും സാധ്യതയുണ്ട്. അപ്പോഴാണ് ശ്വാസം മുട്ട് വരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു പൈപ്പ് ഉണ്ടല്ലോ, സൗണ്ട്, നമ്മുടെ ഈ ഒരു എന്താ പറയുക, ശ്വാസനാളം, അപ്പോൾ ഇതിനെ ചുരുക്കാനും കാരണമാവാറുണ്ട്. അങ്ങനെയാണ് ശ്വാസം മുട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ശ്വാസം മുട്ടുള്ള ആളുകളിൽ എപ്പോൾ പൊടി അടിച്ചാലും അതേപോലെ തന്നെ എപ്പോൾ തണുപ്പ് വന്നാലും, അതായത് ഇവർ തണുപ്പിനോ പൊടിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഫുഡിനോ ഇവർ അലർജിക് ആണെന്നുണ്ടെങ്കിൽ എപ്പോൾ ഈ ഒരു സംഭവത്തിനോട് ഇവർ കോണ്ടാക്ട് വന്നാലും ഇവർക്ക് അലർജി പോലെ ഈ ഒരു ആസ്മ ഉണ്ടാവാം. ഓക്കെ. അപ്പോൾ അതേപോലെ തന്നെ ചില ആസ്മ രോഗികൾക്ക് ഒരു പ്രത്യേക ഇൻ്റർവെൽ, അതായത് ചിലപ്പോൾ ഇവർക്ക് രാത്രി ആയിരിക്കാം അവരുടെ ലക്ഷണങ്ങൾ കൂടുന്നത്, ചിലർക്ക് രാവിലെ ആയിരിക്കാം. അതായത് ഇവരുടെ ആ ഒരു രോഗത്തിൻ്റെ ക്യാരക്ടർ അനുസരിച്ചിട്ട് ഓരോ സ്പെസിഫിക് ആയിട്ട് ഓരോ പ്രത്യേക ടൈം ഇൻ്റർവെൽ അനുസരിച്ചിട്ട് സിംറ്റംസ് വരുന്നത് കാണാറുണ്ട്. അതേപോലെ തന്നെ ചിലർക്ക് സ്ട്രെസ്സ് കൂടുതലുണ്ടെങ്കിൽ, ആങ്സൈറ്റി കൂടുതലുണ്ടെങ്കിലൊക്കെ ഇതേപോലെ ശ്വാസതടസ്സം കാണാറുണ്ട്. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് പൊതുവെ ആസ്മയുടെ ലക്ഷണങ്ങൾ കാണാറ്. എന്നാൽ ശ്വാസതടസ്സം മാത്രമാണ്, ആസ്മ ഇല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ ശ്വാസതടസ്സം വരുന്നത്? ഇവർക്ക് ഒരിക്കലും കുറച്ച് പൊടി തട്ടിയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കാലാവസ്ഥ ചേഞ്ച് കൊണ്ടോ തണുപ്പ് കൊണ്ടാലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ടൈം ഇൻ്റർവെല്ലിലോ ഒന്നും ആയിരിക്കില്ല ഈ ഒരു ശ്വാസതടസ്സം വരുന്നത്. അതായത് ഇപ്പോൾ ചിലപ്പോൾ ചുമ വന്നു, ഭയങ്കര കഫക്കെട്ടായി, കഫം ഭയങ്കര മഞ്ഞ കളറായി, ഭയങ്കരമായിട്ട് ചെസ്റ്റിന് ഇൻഫെക്ഷൻ വന്നു, ഇങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഇവർക്ക് ശ്വാസം മുട്ട് വരാം, ശ്വാസതടസ്സം വരാം. അതായത് ശ്വാസം വലിച്ചാൽ കിട്ടാത്ത അവസ്ഥ, ചെസ്റ്റ് ഡിസ്കംഫർട്ട്, ഭയങ്കരമായിട്ട് കഫം തുപ്പിപ്പോകുന്നു, ചുമ വരുന്നു, ഇങ്ങനത്തെ അവസ്ഥ കാണാം. പക്ഷേ ഇതൊരിക്കലും ആസ്മയല്ല. ആ ഒരു ഇൻഫെക്ഷൻ മരുന്ന് കഴിച്ച് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പൊടി തട്ടുമ്പോഴോ തണുപ്പ് തട്ടുമ്പോഴോ ഒന്നും ഈ ബുദ്ധിമുട്ട് വരില്ല. അപ്പോൾ ഇതാണ് ശ്വാസതടസ്സം. ശ്വാസതടസ്സം എന്ന് പറഞ്ഞാൽ ആസ്മയുടെ ഒരു ലക്ഷണമാണ്. ഒരിക്കലും എല്ലാ ശ്വാസതടസ്സം ഒരിക്കലും ആസ്മയല്ല. ഓക്കെ. അപ്പോൾ ഇതെല്ലാവരും അറിഞ്ഞിരിക്കുക. പലരുടെയും തെറ്റിദ്ധാരണയാണിത്. ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഏതൊക്കെ ഫുഡാണ് നമ്മൾ ഈ ഒരു ആസ്മയും അതേപോലെ അലർജിയും സ്കിൻ അലർജിയും ഒക്കെ ഉള്ളവർ, തുമ്മലൊക്കെ ഉള്ളവർ അവോയ്ഡ് ചെയ്യേണ്ടത്. അതാണ് ഞാൻ പറയുന്നത്. ഞാൻ ഈ വീഡിയോയുടെ ആദ്യം പറഞ്ഞു, ചില ടൈപ്പ് ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ അത് ചിലപ്പോൾ ഈ ഒരു അലർജി ഉള്ളവരിൽ, ആസ്മ ഉള്ളവരിൽ ഒക്കെ അവർക്ക് ജീവന് തന്നെ അപകടമാവാറുണ്ട്. അതായത് ചക്ക, മാങ്ങ, അതായത് മാങ്ങ എന്ന് പറയുമ്പോൾ പഴുത്ത മാങ്ങ ആയിക്കോട്ടെ പച്ചമാങ്ങ ആയിക്കോട്ടെ എല്ലാം അലർജിക് ആയിട്ടുള്ള ആളുകൾക്ക് അവരുടെ സിംറ്റംസ് കൂട്ടാറുണ്ട്. സ്പെഷ്യലി സ്കിൻ അലർജി ഉള്ളവർക്ക്, അതായത് സ്കിന്നിൽ അർട്ടിക്കേരിയ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനാണ് സ്കിൻ അലർജി കേട്ടോ. അതായത് ശരീരത്തിൽ പല സ്ഥലത്തും ചൊറിഞ്ഞ് തടിച്ച് തണർത്ത് അതിങ്ങനെ വീർത്ത് വന്ന് ചുമന്ന് വരിക. ഇത് ചിലപ്പോൾ ഫുഡാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഇങ്ങനെ വരാറുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്
കൂടുതലായിട്ട് ചിലപ്പോൾ അത് നമ്മുടെ ശ്വാസനാളത്തിനെ ഒക്കെ വീക്കം വന്ന് ശ്വാസം എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവാറുണ്ട്. അതേപോലെ തന്നെ അവോക്കാഡോ, പഴം, കിവി ഇങ്ങനെയുള്ള, അതായത് നമ്മൾ നേന്ത്രപ്പഴത്തിനെയാണ് കേട്ടോ പറഞ്ഞത്, ഇതുപോലുള്ള ചില ഭക്ഷണങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് സ്കിൻ അലർജി ആയിക്കോട്ടെ, ശ്വാസകോശത്തിൽ കൂടുതലായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുക, ഇറിറ്റേഷൻ ഉണ്ടാവുക, എന്നിട്ട് ആ ഭാഗം വീങ്ങിയിട്ട് ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിട്ട് അത് ഭയങ്കരമായിട്ട് അവരുടെ ജീവന് തന്നെ ഭീഷണിയാവുന്ന രീതിയിൽ മാറാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ രീതിയിലുള്ള ഭക്ഷണം എന്തായാലും ഒഴിവാക്കുക. പിന്നെ അതേപോലെ തന്നെ ക്യാബേജ്, കോളിഫ്ലവർ, ഇതും ചിലർക്ക് അങ്ങനെ അലർജി ആയിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഗോതമ്പ് എന്ന് പറയുമ്പോൾ പലപ്പോഴും സ്കിന്നിൽ ഇറിറ്റേഷൻ വരാറുണ്ട്. അതായത് അർട്ടിക്കേരിയ പോലെ സ്കിന്നിൽ ചൊറിഞ്ഞ് തടിച്ച് വീർത്ത് വരാറുണ്ട്. അതേപോലെ തന്നെ തൊണ്ട ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിൽ, മൂക്ക് ചൊറിച്ചിൽ, തുമ്മൽ, ആസ്മ, ശ്വാസം മുട്ട് ഈ രീതിയിലും കാണാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ബീഫ് കഴിക്കുമ്പോൾ, പന്നിയിറച്ചി കഴിക്കുമ്പോൾ ഒക്കെ പലർക്കും ഈ പറഞ്ഞ പോലെ സ്കിന്നിലുള്ള ബുദ്ധിമുട്ടും ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ടും കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് പൈനാപ്പിള്, പിന്നെ അതേപോലെ വഴുതനങ്ങ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കുമ്പോഴും ശരീരത്തിലുള്ള ചൊറിച്ചിൽ, ശ്വാസകോശപരമായിട്ടുള്ള ബുദ്ധിമുട്ട് ഒക്കെ കൂടുതലായിട്ട് കാണാറുണ്ട്. പിന്നെ അതേപോലെ ചില ടൈപ്പ് നട്ട്സ് എന്ന് പറയുമ്പോൾ സ്പെഷ്യലി ചിലപ്പോൾ അണ്ടിപ്പരിപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചിലപ്പോൾ കടല, ഇത് കഴിക്കുമ്പോൾ, മൈദ കഴിക്കുമ്പോൾ ഒക്കെ ഈ രീതിയിൽ അലർജിക് സിംറ്റംസ് കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അലർജി ഉണ്ടെങ്കിൽ, അതായത് ചിലർക്ക് കടൽ വിഭവങ്ങൾ, അതായത് നമ്മളിപ്പോൾ പറയും അലർജി ഉള്ളവർക്ക് ഈ ഒരു വൈറ്റമിൻ ഇ, അതേപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ഒക്കെ ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് നല്ലതാണെന്ന് പറയും. പക്ഷെ ചിലർക്കൊക്കെ ഈ ഒരു ഫിഷ് ഐറ്റംസ്, കടൽ വിഭവങ്ങൾ, അതായത് മീനായിക്കോട്ടെ, കക്കയിറച്ചി ആയിക്കോട്ടെ, ചെമ്മീൻ ആയിക്കോട്ടെ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇവരുടെ ശരീരത്തിൽ ഇത് അലർജി ഉണ്ടാവാൻ കാരണമാവാറുണ്ട്. ഇവർക്കത് അത്രയും സിവിയറായിട്ട് സ്കിന്നിലുള്ള അലർജി ആയിക്കോട്ടെ, ശ്വാസകോശപരമായിട്ടുള്ള അലർജി ആയിക്കോട്ടെ കൂടാൻ കാരണമാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള ഫുഡ് ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് അത് ഒഴിവാക്കുക. ഈ എല്ലാ ഫുഡും എല്ലാവർക്കും അലർജി ഉണ്ടാവണം എന്നല്ല, ഇതിൽ 1-2 ഫുഡാണ് ഓരോരുത്തർക്കും അലർജി ഉണ്ടാവുന്നത്. അത് ഏതാണെന്ന് നിങ്ങൾ തന്നെ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കണ്ടെത്തിയിട്ട് അതിനെ ഒഴിവാക്കിയാൽ ഒരു പരിധി വരെ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള അപകടങ്ങളൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അടുത്തതായിട്ട് അലർജി ഉള്ളവർ നിർബന്ധമായിട്ടും കഴിച്ചിരിക്കേണ്ട ഭക്ഷണങ്ങൾ, അലർജി മാറാൻ വേണ്ടിയിട്ട് നിർബന്ധമായിട്ടും കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണം. അതായത് വൈറ്റമിൻ സി കഴിക്കുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ആവാനും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും കാരണമാവാറുണ്ട്. സ്പെഷ്യലി നമുക്ക് നെല്ലിക്ക, പിന്നെ അതേപോലെ തന്നെ ക്യാപ്സിക്കം, പിന്നെ മൊസമ്പി, ഓറഞ്ച് ഇവയൊക്കെ കഴിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പിന്നെ വൈറ്റമിൻ ഡി ശരീരത്തിലേക്ക് കൂടുതലായിട്ട് കിട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യുക. സപ്ലിമെൻറ്റ്സ് എടുക്കുന്നത് നല്ലതാണ്. പിന്നെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്തിട്ട് കുറവാണെങ്കിലാണ് സപ്ലിമെൻറ്റ്സ് എടുക്കേണ്ടത്. അതേപോലെ സപ്ലിമെൻറ്റ്സ് എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെയിൽ കൊള്ളുക, അതായത് രാവിലെ ഒരു 7 മണി തൊട്ട് ഒരു 9:30 വരെയുള്ള വെയിലൊക്കെ കൊള്ളുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ വൈകിട്ട് ഒരു 3:30 കഴിഞ്ഞിട്ടുള്ള വെയിൽ കൊള്ളുന്നത് നല്ലതാണ് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ഫിഷ് അലർജി ഇല്ലാത്തവർക്ക് കുറച്ച് കടൽ വിഭവങ്ങളൊക്കെ കഴിക്കുന്നത് കുഴപ്പമില്ല, നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ക്യാരറ്റ്, ഗ്രേപ്സ് ഇവയൊക്കെ കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെ അലർജി ഉള്ളവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, പൊടിയൊക്കെ ആയിട്ട് ധാരാളം ഇടപഴകാതിരിക്കുക. അതായത് നമ്മളിപ്പോൾ വീടൊക്കെ വൃത്തിയാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മാസ്ക് ഉപയോഗിക്കുക. അതേപോലെ വീട്ടിൽ ഫാന്, കർട്ടൻ ഇവയൊക്കെ എന്തായാലും ഫാനിലെ പൊടിയൊക്കെ നമ്മൾ കാണാതെ കിടക്കുന്നതാണ്, അതൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വൃത്തിയാക്കുക. പിന്നെ കർട്ടൻ വാഷ് ചെയ്യുക, നമ്മുടെ ബെഡ്ഷീറ്റൊക്കെ റെഗുലറായിട്ട്, പില്ലോ കവറൊക്കെ വാഷ് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബെഡ്റൂമിൽ, ബാത്റൂമിൻ്റെ ഡോറ് തുറന്ന് വെക്കാതിരിക്കുക, നനഞ്ഞ തുണികൾ വീട്ടിലിടാതിരിക്കുക. പിന്നെ അതേപോലെ നമുക്ക് പുക അലർജി ആണെന്നുണ്ടെങ്കിൽ പരമാവധി വീട്ടിൽ വിറകടുപ്പ് കത്തിക്കരുത്. എത്രയായാലും കുറേ നേരം ആ ഒരു പുക വീട്ടിൽ തങ്ങി നിൽക്കാൻ കാരണമാവാറുണ്ട്. സ്മോക്കിംഗ് ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. സ്മോക്കിംഗ് ഉള്ള ആളുകളിൽ നിന്ന് പരമാവധി അകലം സൂക്ഷിക്കുക. പിന്നെ വീട്ടിൽ പെറ്റ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവയെ ഒരിക്കലും വീട്ടിൽ കയറ്റെടുത്ത് റെഗുലറായിട്ട് അവരെ കുളിപ്പിക്കണം. അത് വേറെ ആരോടെങ്കിലും പറഞ്ഞിട്ട് തന്നെ കുളിപ്പിക്കുക. ഒരിക്കലും അവരെ വീടിനകത്ത് കയറ്റാതിരിക്കുക. പിന്നെ അതേപോലെ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉള്ള ഷോക്കേസ് ഐറ്റംസ് ഒക്കെ ഒരാഴ്ചയിൽ ഒരിക്കലൊക്കെ നമ്മൾ മാസ്ക് ഇട്ടിട്ട് എന്തായാലും വൃത്തിയാക്കി വെക്കുക. പിന്നെ നിലമൊക്കെ പരമാവധി അടിച്ച് വാരി തുടച്ച് വൃത്തിയാക്കി വെക്കുക. പിന്നെ അതേപോലെ നമ്മൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, നമുക്ക് പുകയൊക്കെ അലർജി ആണെന്നുണ്ടെങ്കിൽ ഒരു
മാസ്ക് ഉപയോഗിക്കുക. പിന്നെ അതേപോലെ നമുക്ക് ഏതെങ്കിലും ഫുഡ് ഐറ്റംസ് അലർജി ആണെന്നുണ്ടെങ്കിൽ അത് കണ്ടെത്തിയിട്ട് ഒഴിവാക്കുക. പിന്നെ സീസണായിട്ട് നമുക്ക് അലർജി വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ സീസണിൽ നമ്മൾ വേണ്ട രീതിയിലുള്ള അതായത് ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വൈറ്റമിൻ സി അടങ്ങിയ ഫുഡ് ഇതൊക്കെ ധാരാളം കഴിച്ച് നമ്മുടെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡീനെ റെഡിയാക്കി വെക്കുക. നന്നായിട്ട് വെള്ളം കുടിക്കുക, നന്നായിട്ട് ഉറങ്ങുക. അതായത് ഒരു 6 മുതൽ 8 മണിക്കൂർ രാത്രി ഉറക്കം അത് നിർബന്ധമാണ് കേട്ടോ. ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ടും ചെയ്യുക. ഇതുപോലെ അലർജി, ആസ്മ, സ്കിൻ കണ്ടീഷൻസ്, തുമ്മൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളുമായിട്ട് ഒരുപാട് പേര് ഇപ്പോൾ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സംശയങ്ങൾ, ട്രീറ്റ്മെൻറ്റ് ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ടിനു എസ്, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ സോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.